ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ദാസവൻ സുവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. മൂങ് സ്പ്രൗട്ട് ദോശ, അതിന് പെസറട്ട് എന്ന് പറയും. ഇത് നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് സ്പ്രൗട്ട്സ് നമ്മളുടെ കയ്യിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രൗട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം നമ്മൾ ഒരു 6-7 മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട്, പിന്നെ കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചിട്ട്, പിന്നെ അതിനെ ഒരു തുണിയിൽ കെട്ടി വയ്ക്കുകയാണെങ്കിൽ ഇതുമാതിരി സ്പ്രൗട്ട് വരുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയും ഉപയോഗിക്കാം. അരി കുതിർത്തി വെച്ചിട്ട് അരിയും ഈ സ്പ്രൗട്ട്സും കൂടെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് ജീരകം, കുരുമുളക്, കരിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഇട്ട് അരച്ചിട്ട് ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൊവൈഡഡ് നമ്മുടെ കയ്യിൽ അരിപ്പൊടിയും ഈ സ്പ്രൗട്ട്സും ഉണ്ടെങ്കിൽ ഏത് സ്പ്രൗട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആക്ച്വലി സ്പ്രൗട്ട്സൊക്കെ വളരെ നല്ലത് തന്നെയാണ് ശരീരത്തിന്. പക്ഷേ മൂങ്ങിൻ്റെ, അതായത് പച്ചപ്പയറിൻ്റെ സ്പ്രൗട്ട്സാണ് ഇതിന് യൂസ് ചെയ്യാറ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചപ്പയർ മുളപ്പിച്ചത്, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, ജീരകം, ഉപ്പ്, അരി അല്ലെങ്കിൽ അരിപ്പൊടി. ഞാൻ 1 കപ്പ് പച്ചപ്പയർ മുളപ്പിച്ചത് എടുത്തിട്ടുണ്ട്, 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ, അരിപ്പൊടിയും പയറും ഇഞ്ചി, പച്ചമുളക്, ജീരകം, കുരുമുളക് എല്ലാം കൂടെ അരയ്ക്കണം നമ്മൾക്ക്. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും കുറച്ച് ചേർക്കാം. അതിൽ ഇൻഗ്രീഡിയൻസ് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതൊന്ന് നോക്കുക. പിന്നെ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് നോക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ എളുപ്പത്തിൽ കിട്ടും. അതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇത് പയറിൻ്റെ മുളപ്പിച്ച ഇതല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പൗഷ്ടിക ആഹാരമാണത്. അപ്പോൾ നമ്മൾ പുഴുങ്ങലരി, ചുവന്ന പുഴുങ്ങലരി കുതിർത്തി അരയ്ക്കാനും മതി നമ്മൾക്ക്. അരി നിങ്ങൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം. പുഴുങ്ങലരി ആയാലും ശരി, പച്ചരി ആയാലും ശരി, എന്ത് വേണമെങ്കിലും എടുക്കാം നമുക്ക്. പുഴുങ്ങലരി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, ചുവന്ന പുഴുങ്ങലരി. അല്ലെങ്കിൽ മട്ടയരിയോ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ പൗഷ്ടികമായിട്ട് നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി അരിഞ്ഞ് ഇടണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം, ഉള്ളി അരിഞ്ഞിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇത് ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ. ഇത് സാമ്പാറിൻ്റെ കൂടെ, ചട്നിയുടെ കൂടെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. നല്ല എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതുണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ ഇടുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇനിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.